നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെയുണ്ടെന്നാകിൽ ഒരു ചഞ്ചലവും. എലിസബത്തിനും സഖറിയയ്ക്കും കുഞ്ഞ് ജനിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളെല്ലാവരും. ദൈവം വലിയ കരുണ കാണിച്ചല്ലോ. അതുകൊണ്ട് എല്ലാവരും ആ സന്തോഷത്തിൽ ഒത്തുകൂടുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. പലർക്കും പല കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അന്നത്തെ പാരമ്പര്യം അനുസരിച്ച്, നാടിൻ്റെ രീതി അനുസരിച്ച് അവർ കുഞ്ഞിൻ്റെ അപ്പൻ്റെ പേര് തന്നെ കുഞ്ഞിനിടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എല്ലാവരും തീരുമാനിച്ച് അത് സജസ്റ്റ് ചെയ്ത സമയത്താണ് എലിസബത്ത് ഒരു വാക്ക് പറഞ്ഞത്. അങ്ങനെയല്ല, ആ വാക്ക് അത്ര എളുപ്പമുള്ള വാക്കല്ല. മറ്റുള്ളവർക്ക് അഭിപ്രായം വരാൻ കാര്യം വീട്ടിലെ അപ്പൻ ഇപ്പോൾ ഊമയാണ്, സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാട്ടുകാർക്ക് ഒത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു. വീട്ടിലെ അപ്പൻ സൈലൻ്റ് ആയാൽ നാട്ടുകാർ ഒത്തിരി സംസാരിക്കുമെന്ന് ഒരു തെളിച്ചം സുവിശേഷത്തിൽ കിട്ടുന്നില്ലേ? എന്നാലും ഉടനെ അമ്മ പറഞ്ഞു, അങ്ങനെയല്ല. അതൊരു സ്ട്രോങ് വേർഡാണ്. ഒരു കാലഘട്ടത്ത് അങ്ങനെയൊന്നും ആരും പറയാറില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല, വേദിയിൽ അഭിപ്രായം പറയാൻ പാടില്ല. അപ്പോഴാണ് എലിസബത്ത് പറഞ്ഞത്, അങ്ങനെയല്ല. ഇത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ്. മറിയം ഒരു സമയത്ത് അതേ എന്ന് പറഞ്ഞതിനെ ലോകം വാഴ്ത്തിപ്പാടുന്നുണ്ടെങ്കിൽ അതേപോലെ വാഴ്ത്തിപ്പാടേണ്ടതാണ് എലിസബത്ത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞത്. എല്ലായിടത്തും അതേ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റി അല്ല. അല്ല എന്ന് പറയേണ്ടിടത്ത് അല്ല എന്ന് പറയണമെന്ന് പഠിപ്പിച്ചത് എലിസബത്താണ്. ദൈവത്തോട് അതേ എന്ന് പറയുന്ന വാക്കിന് ചിലപ്പോൾ മനുഷ്യരോട് അല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞ ഒരാളാണ് എലിസബത്ത്. ദൂതൻ പറഞ്ഞിട്ടുണ്ട്, ഈ കുഞ്ഞ് സ്നാപയോഹനാൻ എന്ന് വിളിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ദൈവത്തോട് പറഞ്ഞ, ദൈവത്തിൻ്റെ ദൂതനോട് പറഞ്ഞ അതേ എന്ന വാക്കിന് അവൾ മനുഷ്യരോട് അല്ല എന്ന് പറഞ്ഞു. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യരോട് അല്ല എന്ന് പറയേണ്ടി വരും ദൈവത്തിൻ്റെ അതേ എന്ന വാക്കിന് വേണ്ടി. എന്തുമാത്രം മനുഷ്യരോട് അല്ല എന്ന് പറയാൻ നമ്മൾ ധൈര്യം കാണിക്കുന്നുണ്ട്. എല്ലാവരോടും കയ്യടി നേടുക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല. കയ്യടി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കയ്യടി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മനുഷ്യരുടെ കയ്യടിയൊക്കെ കിട്ടി മുന്നോട്ട് പോകുന്നിടത്ത് ദൈവം നമ്മളെ കയ്യടിക്കാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ അല്ല എന്ന് പറയേണ്ടിടത്ത് അല്ല എന്ന് പറയണം. ഒരുപക്ഷെ അതാണ് വലിയ നിയോഗത്തിൻ്റെ വിളി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചഞ്ചലവും സാധുവിനെന്നും മഞ്ഞിൽ. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലൊരു ചഞ്ചലവും സാധുവിനെന്നും മഞ്ഞിൽ. നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെയുണ്ടെന്നാകിൽ ഇല്ലൊരു ചഞ്ചലവും. നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെയുണ്ടെന്നാകിൽ ഇല്ലൊരു ചഞ്ചലവും. ഭാരങ്ങൾ പാരിതിങ്കൽ
നേരത്തിലും ഭാരങ്ങൾ പാരിതിങ്കൽ ഏറിയിടുന്ന നേരവും രോഗങ്ങൾ ഓരോന്നായി വന്നിടും നേരത്തിലും നീ കൂടെയുണ്ടെന്നാകിൽ നീ കൂടെയുണ്ടെന്നാകിൽ നീ കൂടെയുണ്ടെന്നാകിൽ എല്ലോരു ചഞ്ചലവും നീ കൂടെയുണ്ടെന്നാകിൽ നീ കൂടെയുണ്ടെന്നാകിൽ നീ കൂടെയുണ്ടെന്നാകിൽ ഏതൊരു ചഞ്ചലവും ജീവിത കൈത്താരിയിൽ കണ്ണുനീർ പാതകളിൽ കൂരിരുൾ ഏറിയിടിലും മുൾപാതയായിടിലും ജീവിത കൈത്താരിയിൽ കണ്ണുനീർ പാതകളിൽ കൂരിരുൾ ഏറിടിലും മുൾപാതയായിടിലും നീ കൂടെയുണ്ടെന്നാകിൽ നീ കൂടെയുണ്ടെന്നാകിൽ നീ കൂടെ ഉണ്ടെന്നാകിൽ ഇല്ലൊരു ചഞ്ചലവും നീ കൂടെ ഉണ്ടെന്നാകിൽ നീ കൂടെ ഉണ്ടെന്നാകിൽ നീ കൂടെ ഉണ്ടെന്നാകിൽ ഏതൊരു ചഞ്ചലവും സങ്കടസാഗരത്തിൽ വൻതിരയേറിടുമ്പോൾ ജീവിത നൗകയിൽ നീ അമരത്ത് ഉറങ്ങുകയിൽ സങ്കട സാഗരത്തിൽ വൻതിരയേറിടുമ്പോൾ ജീവിത നൗകയിൽ നീ അമരത്ത് ഉറങ്ങുകയിൽ നീ കൂടെ